ഹായ്, എസൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു റിലേഷൻഷിപ്പ്, അതായത് ഒരു ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ തന്നെ അതിൽ വളരെ സെക്യൂർ ആയിട്ട് പലർക്കും ഫീൽ ചെയ്യാറുണ്ട്, എന്നാൽ മറ്റു പലർക്കും ഇൻസെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് അതിൽ ഇൻസെക്യൂർ ഫീൽ ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് ഞാൻ പറയാം. കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടായിരിക്കും ആ റിലേഷൻഷിപ്പിൽ ഒരു ഇൻസെക്യൂരിറ്റി എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടാവുക. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസ് തന്നെയാണ്. അതായത് ഇപ്പോൾ ഇവർക്ക് മുൻപേ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ഒരു ലവ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിൽ ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള വിഷമങ്ങൾ, ഇവരെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാരണങ്ങൾ, ചിലപ്പോൾ വിശ്വാസവഞ്ചന, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ പുതിയ റിലേഷൻഷിപ്പ് വിശ്വസിക്കാനോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണോട് വിശ്വാസം പുലർത്താനോ കഴിയണമെന്നില്ല എന്നുള്ളതാണ്. കാരണം ഭയങ്കര പേടി ഉണ്ടാവുക, ആ മുന്നത്തെ റിലേഷൻഷിപ്പിൽ എനിക്ക് ഇങ്ങനെ ആയിരുന്നു, അപ്പൊ പിന്നെ ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയിരിക്കും, ഞാൻ ഇവനെ അല്ലെങ്കിൽ ഇവളെ ഒരിക്കലും വിശ്വസിക്കില്ല, ഇനിയും എനിക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായാലോ എന്നുള്ള പേടി കൊണ്ട് തന്നെ ആ റിലേഷൻഷിപ്പിൽ സത്യസന്ധത പുലർത്താൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പൊ അവിടെ ഉണ്ടാവുന്നത് ഒരു സെക്യൂർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല, ഇൻസെക്യൂരിറ്റിയാണ് ആ ഒരു പേഴ്സൺ ഉണ്ടാവുക. കാരണം തനിക്ക് താനായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവിടെ വരുന്നത്. അവരുടെ റിയൽ ക്യാരക്ടർ പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല, യഥാർത്ഥമായി സ്നേഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ സെക്യൂർ ആയിട്ട് നിൽക്കാൻ പറ്റില്ല, പകരം ഇൻസെക്യൂരിറ്റി ആ ഒരാൾക്ക് എന്തായാലും ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷന്റെ കുറവെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് പരസ്പരം കൂടുതൽ അറിയാനും കൂടുതൽ അടുപ്പം ഉണ്ടാവാനുമായിട്ട് പറ്റുന്നത്. അപ്പൊ അങ്ങനെയാണ് സ്നേഹം അവിടെ കൂടുതലായി വരുന്നത്. അപ്പൊ രണ്ടുപേർക്കും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് ഒരുപാട് അടുത്തിരുന്ന് ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും കുറെ കാര്യങ്ങൾ പറയാനായിട്ട് നമ്മൾ ഇങ്ങനെ മനസ്സിൽ കൂട്ടി വെക്കുകയും ചെയ്യുക. അതായത് നമ്മളിങ്ങനെ ഡെയിലി നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അവരെ വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും, ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരാളെ നമുക്ക് വിളിക്കണം, ആളോട് സംസാരിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് മനസ്സിലേക്ക് വരുന്നത്. അതായത് അവരെ നമ്മളുടെ കൂടെ വേണം എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അത് ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. പരസ്പരം നല്ല രീതിയിൽ സംസാരിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം മനസ്സിലാക്കാനോ സ്നേഹിക്കാനോ കഴിയണമെന്നില്ല. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യം ചോദിക്കുന്ന സമയത്ത് അവിടെ കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്, പക്ഷെ ഏതെങ്കിലും കാര്യം ചോദിക്കുന്ന സമയത്ത് അവർക്ക് കൃത്യമായി ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല. അതായത് നമുക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുമോ, ഇനിയിപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അതിനെ തെറ്റായിട്ട് എടുക്കുമോ, ഇങ്ങനെയുള്ള കുറെ ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് വരും. അതുകൊണ്ട് തന്നെ കൃത്യമായി നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. സോ അവിടെ ഉണ്ടാകുന്ന ഇൻസെക്യൂരിറ്റി ആണ്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓവർ തിങ്കിങ്ങും കമ്പാരിസണുമാണ്. അതായത് ഇപ്പൊ പലരെയും നമ്മൾ കാണാറുണ്ട്, കൂടുതലായിട്ടും അവർ എൻഗേജ്ഡ് ആയിരിക്കുക സോഷ്യൽ മീഡിയാസിലാണ്. അതായത് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് നമ്മൾ. അപ്പം അങ്ങനെ ആകുമ്പോൾ അതിലെന്താ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഭയങ്കരമായിട്ടുള്ള പ്രണയവും സ്നേഹവും ഒക്കെയാണ്. പരസ്പരം എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്നതും അവരുടെ ഓരോ മൊമെന്റ്സും അവർ ഇങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്തിടാറുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റിലേഷൻഷിപ്പാണ് അടിപൊളിയായിട്ടുള്ളത്, അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതൊരിക്കലും അങ്ങനെയല്ല. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പി ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എൻ്റെ റിലേഷൻഷിപ്പ് അല്ല ശരിക്കുള്ളത്, ഇതിനേക്കാൾ മനോഹരമായിട്ടുള്ള മറ്റു പല റിലേഷൻഷിപ്സും ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങും. അവിടെ അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്ത് തുടങ്ങും എന്നുള്ളതാണ്. അതേപോലെ ഓവർ തിങ്കിങ്ങും അവിടെ വരും. അതായത് അവരങ്ങനെ ഭയങ്കര സ്നേഹത്തിലാണ്, അതായത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ അവരങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ വരുന്നത് എന്തോ എൻ്റെ പാർട്ട്ണർക്ക് എന്നോട് സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണോ, ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വെറും പുറച്ചട്ട മാത്രമാണ്. അതായത് അതിൽ പുറത്ത് കാണുന്ന ഒരു ഭംഗി മാത്രമാണ് എല്ലാ റിലേഷൻഷിപ്പിലും നമ്മൾ പുറമേ നിന്ന് കാണുന്നവർക്ക് അറിയാൻ പറ്റുക. നമ്മളിങ്ങനെ പുറത്തുനിന്ന് കാണുന്ന സംഭവം ആയിക്കൊള്ളണം എന്നില്ല അതിനകത്തുണ്ടാവുക എന്നുള്ളതാണ്. അതായത് അവർ പുറത്ത് കാണിക്കുന്ന പോലെ ആവില്ല അവരുടെ റിയൽ ലൈഫിൽ. കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും, എല്ലാ ബന്ധങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നമ്മൾ ചിന്തിക്കേണ്ടത് ഏതൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. കാരണം രണ്ടുപേരും രണ്ട് രീതിയിൽ ജീവിച്ചു വന്നുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അവിടെ പ്രശ്നങ്ങൾ വരും. പിന്നെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാകും. അതൊരിക്കലും ഒരു ചെറിയൊരു ഇഷ്യൂ വരുമ്പോഴത്തേക്കും അയ്യോ ഇത് അൺഹെൽത്തി റിലേഷൻഷിപ്പാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നതാണ് മോശമായിട്ടുള്ള കാര്യം. സോ അതുകൊണ്ട് ബാക്കിയുള്ള ആളുകളുടെ റിലേഷൻഷിപ്പ് കണ്ടുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങൾ വിലയിരുത്താതിരിക്കുക. അപ്പോൾ മിക്ക റിലേഷൻഷിപ്പിലും പല ആളുകളും ഒരു ഇൻസെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ തന്നെ ഓവർ തിങ്കിങ് വരുന്നത് കൊണ്ടും കമ്പാരിസൺ നടത്തുന്നത് കൊണ്ടുമാണ്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലോ സെൽഫ് എസ്റ്റീം ആണ്. അതായത് അവർക്ക് സ്നേഹിക്കാൻ
ഞാൻ അർഹയാണോ, അതായത് എനിക്ക് അവരുടെ സ്നേഹം കിട്ടുമോ, അതിനുള്ള അർഹത എനിക്കുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്നെക്കാൾ ബെറ്റർ ഉള്ള ഒരു പേഴ്സണെ കിട്ടും എന്നുള്ള രീതിയിലുള്ള ചിന്ത. അത് നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മയല്ലേ, നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റില്ല, നമുക്കൊരു കഴിവുമില്ല എന്നുള്ള രീതിയിലുള്ള ചിന്ത ഉള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ വരണത്. അതിൻ്റെ ആവശ്യമില്ല. അതായത് എന്നെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സണെ അവർക്ക് കിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങളെന്താ ബെറ്റർ അല്ലേ? അത് നിങ്ങൾ ആദ്യം ചിന്തിക്കുക. നമുക്ക് നമ്മളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം, നമ്മളെല്ലാത്തിനേക്കാളും ബെറ്റർ ആണ്, നമ്മളെ കിട്ടിയത് അവരുടെ ഭാഗ്യമാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഓക്കെ ആവും. നമ്മളിലുള്ള കഴിവിനെയും മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല നിങ്ങളുടെ കാര്യത്തിൽ എന്നുണ്ടെങ്കിൽ നിങ്ങളെ മറ്റാരാണ് സ്നേഹിക്കുക? നമ്മൾ ആദ്യം നമ്മളെ സെൽഫ് ലവ് ചെയ്യുക, നമ്മളെ സ്നേഹിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് സ്വന്തമായി ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. അതായത് നിങ്ങൾ ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ നിങ്ങളെ അവർ സ്നേഹിക്കുമോ, നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ അർഹയാണോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതൊക്കെ മോശമാണ്. ഇങ്ങനെ ഒരു ചിന്ത വരുന്നത് കൊണ്ട് തന്നെ അവിടെയും നമുക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇമോഷണൽ ഡിസ്റ്റൻസ് ഉണ്ടാകുമ്പോഴാണ്, മാനസികപരമായി അകൽച്ച ഉണ്ടാകുമ്പോൾ. ഇത് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകൾക്കും ഇതായിരിക്കും കൂടുതൽ പരിചിതമായിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ ആകുമ്പോൾ, മാനസികപരമായി അകലെ ആകുമ്പോൾ, ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മിണ്ടാതിരിക്കുന്ന സമയത്തൊക്കെ ഒരു 2-3 ദിവസം മിണ്ടാതിരുന്നാൽ മതി, പിന്നെ നമുക്ക് ആ ഒരു മാനസിക അടുപ്പം കുറച്ച് കുറഞ്ഞതുപോലെ ഫീൽ ചെയ്യും. പിന്നെ അത് ഒന്നേം നമ്മൾ ഓക്കെ ആക്കിയിട്ട് ഇങ്ങനെ വരേണ്ടി വരും. അതേപോലെ തന്നെ ഒരാൾ മാത്രം എപ്പോഴും എഫേർട്ട് എടുക്കുന്ന സമയത്ത്, റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരാൾ എപ്പോഴും എഫേർട്ട് എടുക്കുക, മറ്റാൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും ഈ പറയുന്ന പോലെ ഒരു ഇമോഷണലി ഒരു ദേഷ്യമോ വെറുപ്പൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അവിടെയും ഉണ്ടാവുന്നത് ഇമോഷണലായിട്ടുള്ള അടുപ്പം കുറയുന്നു എന്നുള്ളതാണ്. ഈ കാരണം കൊണ്ടും ഇങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയും കാരണങ്ങളൊക്കെയാണ് സാധാരണ ഒരാൾക്ക് റിലേഷൻഷിപ്പിൽ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇത് അനുഭവിക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ അത് മാറ്റണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യും, നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്